ഒരിക്കൽ ലഹരി കേസിൽപ്പെട്ടാൽ പിന്നെ കഞ്ചാവ് മാഫിയകൾ നിങ്ങൾക്ക് പിന്നാലെ തന്നെ ഉണ്ടാകും. എത്ര നന്നാകാൻ നോക്കിയാലും വീണ്ടും അവർ സൗഹൃദം സ്ഥാപിച്ച് കൂടെ കൂടും. നിങ്ങളെ വീണ്ടും ലഹരിയുടെ ക്യാരിയർമാരാക്കും. കാസർകോട്ടെ ഇർഷാദ് എന്ന യുവാവ് ലഹരി കേസിൽ ഉൾപ്പെട്ട് പിന്നീട് ജയിൽ മോചിതനായതാണ്. നല്ല നടപ്പിന് കാഞ്ഞങ്ങാട് പോലീസ് ഒരു ജോലിയും തരപ്പെടുത്തി കൊടുത്തു. പക്ഷേ ഇർഷാദ് വീണ്ടും ലഹരി മരുന്ന് വിൽപ്പന സംഘത്തിൽപ്പെട്ടു. ബംഗളൂരുവിൽ നിന്നും ലഹരി കൊണ്ടുവരുന്നതിനിടെ പോലീസ് പ്രതിയെ പൊക്കി. സിനിമാ സ്റ്റൈലിൽ നടുറോഡിൽ വാഹനം കുറുകെയിട്ട് സാഹസികമായാണ് പോലീസ് ഇർഷാദിനെ പിടികൂടിയത്. ലഹരിമരുന്ന് കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായതിനെ തുടർന്ന് കാപ്പ കേസിൽ ജയിലിലായിരുന്ന ഇർഷാദ് 6 മാസം മുൻപാണ് പുറത്തിറങ്ങിയത്. ഇതിനുശേഷം ഡിവൈഎസ്പി ഇടപെട്ട് ഇയാൾക്ക് കാഞ്ഞങ്ങാട്ടെ ഫ്രൂട്ട്സ് കടയിൽ ജോലി തരപ്പെടുത്തി നൽകിയിരുന്നു. ഇനി ലഹരിമരുന്ന് ഇടപാട് നടത്തില്ലെന്നാണ് ഇർഷാദ് പോലീസിന് ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ അടുത്തിടെ ഇർഷാദ് വീണ്ടും ലഹരിമരുന്ന് കടത്തു തുടങ്ങിയതായും ബംഗളൂരുവിൽ നിന്ന് വൻതോതിൽ MDMA കൊണ്ടുവരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. ഇതേ തുടർന്ന് ആഴ്ചകളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. ലഹരിമരുന്ന് കൊണ്ടുവരുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് അതിഞ്ഞാൽ കോയപ്പള്ളിക്ക് സമീപം നടുറോഡിൽ വാഹനം കുറുകിയിട്ടാണ് ഇർഷാദിനെ പോലീസ് പിടികൂടിയത്. പോലീസിനെ കണ്ട പ്രതി കാർ പിറകോട്ടെടുത്തപ്പോൾ മറ്റൊരു കാറിലിടിച്ചു. തുടർന്ന് വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടിയ ഇർഷാദിനെ പോലീസ് പിന്തുടർന്നാണ് പിടികൂടിയത്. നാല് പാക്കറ്റ് MDMA പ്രതി വിഴുങ്ങുകയും അക്രമാസക്തനാവുകയും ചെയ്തെങ്കിലും പോലീസ് സാഹസികമായി പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ബിജോയുടെ നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനയിലാണ് ഇർഷാദ് കുടുങ്ങിയത്. പ്രതിക്കെതിരെ ഹോസ്ദുർഗ്, പയ്യന്നൂർ പോലീസ് സ്റ്റേഷനുകളിൽ ലഹരിമരുന്ന് കേസുകൾ നിലവിലുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്.